ചെയ്യുന്നുണ്ട് ശ്രീ സന്ദീപ് വാര്യർ. സാധാരണ നമുക്കറിയാമല്ലോ, നടപടിക്രമം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്. പത്രപരസ്യമൊക്കെ നൽകുമ്പോൾ അതിന്റെ അനുമതി, ഒരു മോണിറ്ററിംഗ് സംവിധാനമുണ്ട്. ആ അനുമതി അത് കളക്ടറുടെ ചുമതലയിലുള്ളതാണ്. അപ്പോൾ അനുമതി തേടിയിട്ടില്ല എന്നാണ് നമുക്ക് പുതുതായി വരുന്നത്. അപ്പോൾ ചട്ടങ്ങളെല്ലാം മറികടന്നുള്ള ഒരു പരസ്യമായി ഇത് മാറുന്നു. എന്തായാലും താങ്കൾ നിയമ നടപടിയിലേക്ക് പോകുമെന്ന സൂചന നൽകുമ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ടതായി മാറില്ലേ? തീർച്ചയായിട്ടും ഇത് വളരെ ഞെട്ടിക്കുന്നതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി പോലും ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ സമയത്ത് വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഹീനമായ പ്രചരണം, ആ ഹീനമായ പ്രചരണം വാസ്തവത്തിൽ ജനങ്ങൾ വളരെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇതെങ്ങനെയാണ് മനുഷ്യരെ മതത്തിന്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നു, ഇടതുപക്ഷ മുന്നണി ശ്രമിച്ചു എന്നുള്ളത് കേരളം മുഴുവൻ ഗൗരവത്തോടു കൂടി ഏറ്റെടുത്ത് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ നിയമപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കാൻ പോവുകയാണ്. കാരണം ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സരിന്റെ സ്ഥാനാർത്ഥിത്വം പോലും അവിടെ റദ്ദ് ചെയ്യപ്പെടേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനാധിപത്യത്തിന് ഭൂഷണമല്ലല്ലോ, നമ്മളിത് ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു നിശബ്ദ പ്രചരണത്തിന്റെ സമയത്ത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി വർഗീയതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രതിരോധകരമായിട്ടുള്ളൊരു ഏർപ്പാടാണ്. അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ പാർട്ടിയുമായി ആലോചിക്കുകയും, എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി പോലും ഇത്തരം ഒരു പരസ്യത്തിന് വാങ്ങിയിട്ടില്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ നേരത്തെ നിങ്ങളെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇത് പരസ്യം കൊടുത്തത് CPM ആണെങ്കിലും അതിന്റെ പണം കൊടുത്തത് BJP ആയിരിക്കാനാണ് സാധ്യത ഞാൻ പറയുന്നു. എന്റെ ആക്ഷേപം ശരിവെക്കുന്നതാണ്. ഈ പരസ്യം കൊടുത്തത് CPM ആണെങ്കിലും പരസ്യത്തിന്റെ പണം പോയിരിക്കുന്നത് BJP ഓഫീസാണ്. അല്ലെങ്കിൽ എന്തിനാണ് CPM ഇത്ര വിഷമം? എന്തിനാണ്? ഞാൻ BJP എന്നല്ലേ കോൺഗ്രസിലേക്ക് പോയത്, അല്ലാതെ CPM എന്നല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും BJPക്ക് ഉണ്ടാവേണ്ട പരിഭ്രാന്തി എന്തുകൊണ്ട് CPM ഉണ്ടാകുന്നു? അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഈ പരസ്യത്തിന്റെ ആശയം, ഈ പരസ്യത്തിന്റെ ഡിസൈൻ അത് BJP ഓഫീസിൽ സുരേന്ദ്രന്റെ ഡിസൈൻ ആയിരിക്കാനാണ് സാധ്യത. സുരേന്ദ്രനും MP രാജേഷും കൂടി ആലോചിച്ചിട്ടാണ് ഇപ്പോ BJP CPM സഖ്യത്തിന്റെ പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ നിയമ നടപടിയിലേക്ക് പോകും. അങ്ങനെ ഗുരുതരമായ ഒരു സാഹചര്യം CPM സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ആണ് ഇപ്പോൾ സന്ദീപ് വാര്യർ തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പരസ്യത്തിന് അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്നാണ് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്, ബ്രേക്ക് ചെയ്യുന്നത്.